ആദർശ് വാക്കഡക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്മിൽ ഈ ഒരു റോസ്റ്റിംഗ് സീരീസിൽ കണ്ടിട്ട് ഏകദേശം 2 വർഷം. കാരണം സിനിമ കാണാൻ സമയം കിട്ടാറില്ല, ഒട്ടും സമയം കിട്ടാറില്ല, അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഈ സിനിമയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നതിനേക്കാൾ മുന്നേ എനിക്ക് നിങ്ങളുടെ ഒരു കുറച്ച് സമയം, ഒരു 10-12 മിനിറ്റ് സാധാരണ നമ്മൾ എടുക്കാറുള്ള പോലെ തന്നെ നമ്മൾക്ക് വേണ്ടി വരും. നമ്മുടെ പ്രത്യേകത, അതായത് ഈ സിനിമ സത്യം പറഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ അവിടെ ഇറങ്ങേണ്ട ഒരു സിനിമയല്ല, ഇത് വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ നിന്ന് പടം പിടിച്ച് കൊണ്ടുവന്ന ഒരു എഫക്റ്റാണ് എനിക്ക് തോന്നിയത്. ലോജിക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്തിരി പ്രശ്നമാണ്. ഇതിൽ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഒരാളുടെ സൃഷ്ടിയാണ്. അതായത് ഇതിൻ്റെ തിരക്കഥ അത് പ്രൊഡ്യൂസ് ചെയ്തത്, ഡയറക്റ്റ് ചെയ്ത് വേറെ ആരാണ്. ഒരു 2008 ഇറങ്ങി 139 മിനിറ്റുള്ള ഒരു സിനിമയാണ്. ഈ 139 മിനിറ്റ് ഇത് തിയേറ്ററിൽ പോയി കണ്ടവരുടെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തിരക്കഥ എഴുതിയ ആൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അഭിനയിക്കുന്നതും അദ്ദേഹം തന്നെയാവും. അതിൽ നമുക്ക് തെറ്റൊന്നുമില്ല, അത് നല്ലൊരു കാര്യമാണ്. നമ്മളവിടെയും അങ്ങനെ നടന്നിട്ടുണ്ട്. നല്ല ചങ്കുറപ്പോടുകൂടി എല്ലാവരും ഇരിക്കുക. നല്ല എന്താ പറയുക, ഒരു ഐതിഹാസിക അല്ലെങ്കിൽ കൾട്ട് ക്ലാസിക്കൽ മൂവി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. സിനിമയുടെ പേര് അനൗൺസ് ചെയ്യണ പോലെ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് ഈ പടത്തിൻ്റെ അവസ്ഥ. ഒരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയാൻ പറ്റില്ല. ഇത് തിരക്കഥ എഴുതിയ ആളുടെ ബ്രില്യൻസ് ആണ്, പ്രൊഡ്യൂസ് ചെയ്ത ആളുടെ ബ്രില്യൻസ് ആണ്, അഭിനയിക്കുന്ന ആളുടെ ബ്രില്യൻസ് ആണ്. പടം തുടങ്ങും മുമ്പേ അത് ഒരു ദ്രോഹമായി മാറും എന്നുള്ളത് മുന്നേ കൂട്ടി തന്നെ ആൾ ചിന്തിച്ചത് ഒരു ഭയങ്കര ഒരു ബ്രില്യൻറ്റ് മൂവാണ്. അപ്പോൾ പടത്തിൻ്റെ പേര് പോലെ തന്നെ വല്ലാത്തൊരു ദ്രോഹമാണ് നമ്മളോട് ചെയ്തത്. ഈ പടം തുടങ്ങുമ്പോൾ തന്നെ നായകൻ വല്ലാത്തൊരു ഓട്ടമാണ്. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, റിയലേ PT ഉഷേനൊക്കെ അങ്ങോട്ട് കടത്തി വെട്ടിക്കും. സത്യം പറഞ്ഞ ഈ സിനിമ മുഴുവൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവാത്ത ഒറ്റ കേസുണ്ട്, എന്തിനാ ഇയാളിങ്ങനെ ഓടണേ? അല്ല, ഇത് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് തൊട്ട് പേരെഴുതി കാണിക്കുന്ന ആ ഒരു സമയം മുഴുവൻ ഇദ്ദേഹം ഇങ്ങനെ കിടന്ന് ഓടാണ്. സത്യം പറയാലോ, ആ ഓട്ടം കണ്ടിട്ടുണ്ടല്ലോ, ആകെ സങ്കടമായി പോയി. നിങ്ങളെന്നെ കണ്ടോക്ക്, ഇത് നിർത്തണ്ടത്. അങ്ങനെ ഈ ഓട്ടത്തിനൊരു അവസാനം വേണമല്ലോ. അപ്പോൾ ഡയറക്ടർ വിചാരിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും കുറേ ഓടിയതല്ലേ, അപ്പം മിനിമം ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കേണ്ടതെന്ന് വെച്ചിട്ടാണെന്നുകൊണ്ട് നായകൻ ഓടി എത്തിയത് ബോംബെയിലേക്കാണ്. ഇത് നടന്നു വരുമ്പോൾ കയ്യിലൊരു കപ്പലണ്ടി പൊതി ഉണ്ട്. ആ കപ്പലണ്ടി പൊതി വെച്ചിട്ട് വണ്ടി ഇടിക്കാൻ പോയി. അപ്പോൾ ഏറെക്കുറെ നമുക്കൊരു പിടുത്തം കിട്ടും ഇത് ബോംബെയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ധാരാവി സെറ്റപ്പ് ആക്കാനാവും എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ വരും. അങ്ങനെ നായകൻ നടന്ന് ഒരു സൈഡിലോട്ട് മാറി നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു അപ്പൂപ്പൻ മറ്റേ നർക്കോട്ടിക്സ്, അതായത് മറ്റേ മയക്കുമരുന്ന് സെറ്റപ്പ് കച്ചവടമാണ്. ഓപ്പണായിട്ടാണ് അവിടെ വിളിച്ചു പറയണേ, അത് വിഷയമൊന്നുമല്ല. जल्दी कर बनारसी, ये लीजिए एकदम स्पेशल माल तैयार करके रखा है और वो अभी फोकट में. അപ്പോൾ ഇത് കാണുന്ന നായകൻ, അവിടെയാണ് ഞാൻ പറയാൻ വന്ന ഒരു സെറ്റപ്പ്. ഇത് കാണുന്ന നായകൻ നമ്മുടെ കൺസെപ്റ്റിൽ എന്താ ഉണ്ടാവുക? ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ നായകൻ്റെ പേര്, കഥാപാത്രത്തിൻ്റെ പേര് രാജ എന്നാണ്. രാജാവ്, പൊരിടാവാണ്. ഇപ്പോൾ രാജ എന്നാണ് പേര്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, നായകൻ ചെന്നിട്ട് പറയും, നർക്കോട്ടിക്സ് ഇസ് എ ഡേറ്റി ബിസിനസ്, ഈ പണി രാജീവും ചെയ്യില്ല നീയും ചെയ്യില്ല എന്നാണ്. റിയാലിറ്റി സംഭവിച്ച എന്താ അറിയോ, കപ്പലണ്ടി കഴിച്ചിരിക്കുക ആശാൻ. തൊട്ടപ്പുറത്ത് ഡയറക്ടർ വെച്ച് ഇന്നൊരു ട്വിസ്റ്റ് കൊണ്ടുവരാം, ഇവിടെ പഞ്ച് ഡയലോഗ് അടിക്കാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ രാജയ്ക്ക് പഞ്ചാക്കാൻ ഒരു സംഭവം കൊണ്ടുവരാൻ പറ്റിയപ്പോൾ കുറേ ഗുണ്ടകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ ഈ വില്ലന്മാരൊക്കെ ഗുണ്ടകളൊക്കെ വന്നിട്ട് ചിലരുടെ നിന്ന് പൈസ വാങ്ങുന്നു, അവിടെ ജ്യൂസ് എടുത്ത് കുടിക്കുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് രാജയ്ക്ക് പഞ്ച് കിട്ടാൻ വേണ്ടി എടുത്ത സീനാണെന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഡയറക്ടർ എന്നൊരുത്തൻ വേറെയാണ്. അപ്പോൾ ഇവിടെയും രാജയെ തേച്ചൊരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ ഗുണ്ടകളുടെ ഇടയിലേക്ക് നമ്മൾ നമ്മുടെ നായികനെ കൊണ്ടുവരികയാണ്.
നായികയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പം ഉള്ള സിനിമയിലും അതേപോലെ തന്നെ സീരിയൽസിലൊക്കെ നമ്മൾ ഈ കഥാപാത്രങ്ങൾ ഹെൽമെറ്റ് വെക്കണില്ലെങ്കിൽ അവിടെ അടിയിൽ എഴുതി കാണിക്കും ഹെൽമെറ്റ് അങ്ങനെ വെക്കണം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സിനിമയിൽ ഈ നായിക ആ കാര്യത്തിൽ പെർഫെക്റ്റാണ്. ഇടി എവിടെ ഉണ്ടോ ആ സമയത്ത് ആൾ ഹെൽമെറ്റും വെച്ച് ബൈക്കിൽ വന്നിരിക്കും. അങ്ങനെ സ്വാഭാവികമായിട്ട് ഗുണ്ടകളെ ഇടിച്ച് ഡമാർ പട്ടാറാക്കുന്ന നായികനെ കാണുമ്പോൾ നായകന് കുറച്ച് എക്സ്പ്രഷൻ ഇടണം. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു അഭിനയ മുഹൂർത്തമാണ്. അപ്പോൾ ആൾക്ക് കുറച്ച് എക്സ്പ്രഷൻ എന്തായാലും ഇടേണ്ടി വരും. അത് ക്യാമറയിൽ ഒപ്പേണ്ട കടമ ഡയറക്ടറിൻ്റെയാണ്. അത് ക്യാമറയിൽ നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാലേ, ആള് വേറൊരു മൂഡിലാന്നാ. അങ്ങനെ ഗുണ്ടകളെല്ലാം നിലത്ത് കിടക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നായിക ഒരു കുഞ്ഞ കത്തി, ഇതൊന്നും ഒരു ക്യാരറ്റോ മറ്റേ വെണ്ടയ്ക്കൊക്കെ അരിയാൻ പറ്റിയൊരു കത്തി, അതങ്ങോട്ട് പുറത്തെടുക്കുമ്പോഴേക്കും ഈ ഗുണ്ടകളൊക്കെ ഒരു ഓട്ടം ഓടുന്നുണ്ട്. പക്ഷേ ഹൈലൈറ്റ് അവിടെ അല്ല, അതിൻ്റെ ബാക്കിൽ നമ്മുടെ നായകൻ ഈ പെണ്ണിനെ അങ്ങോട്ട് നോക്കി നിൽക്കുക. കള്ളൻ അടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു എന്നാൽ പിന്നെ നായകന് ഇനി പോയിട്ട് ഐ ലവ് യു എന്നോ അല്ലെങ്കിൽ എന്താ പേരെന്നോ ഹലോ എന്നോ അറ്റ്ലീസ്റ്റ് ഹലോ ഹായ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താ അറിയോ, നായികയുടെ ടവൽ ആകെ അധ്വാനിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ആളതൊക്കെ തുടച്ചിട്ട് ഈ സാധനം കളയും. ഇത് കളയുമ്പോൾ നമ്മുടെ ആശാൻ ബാക്കിൽ വന്നിട്ട് ഈ ടവലെടുത്തിട്ട് നല്ല പുഷ്പിക്കുന്നൊരു ഡയലോഗ് ഉണ്ട്. लगता है इतिहास के पन्नों से निकलकर महारानी लक्ष्मीबाई खुद मुंबई आ गई हैं. എന്താല്ലേ 10 രൂപയുടെ കപ്പലിന് പൊതിയും വാങ്ങിച്ചിട്ട് 10 മണിക്കൂറായിട്ട് അവിടെ നിൽക്കുക. ഇതൊന്നും ആരും ഇല്ലടായി ചോദിക്കാനും പറയാനും ഒന്നും. അവിടുന്ന് നമ്മുടെ രാജ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. വാഗ്വാദത്തിൽ നമ്മുടെ രാജയ്ക്കിട്ടിട്ട് ഒരെണ്ണം കൊടുക്കും. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ പറയില്ലേ ഒരെണ്ണം അടിച്ചല്ലോ കാരണം തിരിച്ചടിക്കുക അല്ലെങ്കിൽ അടിച്ച പറന്നു പോകുന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇത് ഞാൻ അതൊരു കണ്ടിട്ടുണ്ടായിരുന്നില്ല, അടിച്ച പറന്നു പോണത്. ആ അടിക്ക് ശേഷമാണ് നായകൻ രക്ഷിച്ച ആളുടെ അടുത്ത് കഥ പറയണത്. ബോംബെയിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ, ഓടിച്ചാടി വന്നത് കൂട്ടുകാരനെ കാണാൻ. കൂട്ടുകാരൻ്റെ അഡ്രസ്സില്ല, ഫോൺ നമ്പറോ അതുമില്ല. എന്നാൽ പിന്നെ താമസിക്കണ എവിടെയെങ്കിലും വഴി അറിയണ്ടാവും, അതുമില്ല. ഈ ബോംബെയുടെ ഉള്ളിൽ പോയിട്ട് ആശാൻ്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കണം. തേരാപ്പാര അലഞ്ഞ് നടക്കുകയാണ് നമ്മുടെ നായകൻ. ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഞാനത് ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ ഗസ് ചെയ്യ് എന്താവും എന്നുള്ളത്, എന്ത് കണ്ടിട്ടാണെന്നുള്ളത് ഒന്ന് പറയണേ. ഇനി ഗസസ് കിട്ടൂല, ആലോചിക്കണ്ട, അതൊന്നും കിട്ടാനുള്ള സംഭവം ഒന്നുമല്ല. ഞാൻ പറയാം, ഒരു സൈക്കിൾ അതുവഴി പോയി. നൊസ്റ്റാൾജിയ കേട്ടതാ, നൊസ്റ്റാൾജിയ. എന്തായാലും നൊസ്റ്റാൾജിയ മുഴുവൻ പറയാൻ നിൽക്കണില്ല, ഞാൻ ചുരുക്കിയിട്ട് പറയാം. നൊസ്റ്റാൾജിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം നാട്ടിൽ ഭയങ്കര അടിച്ചു പൊളിച്ച് ജീവിക്കുന്നൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി വീട്ടിൽ കയറി വരും. വീട്ടിൽ കയറി വരുമ്പോൾ ആ നിൽക്കുന്നത് നമ്മുടെ സിദ്ദിഖ്. ഹൈ, നമ്മുടെ സിദ്ദിഖെന്ന് दादाजी आप अभी तक सोए नहीं? ചാച്ചൻ സിദ്ദിഖിനെ കണ്ട രാജാനായകൻ ആകെ പെട്ടു. അപ്പോൾ ആൾ പറയുമ്പോൾ ഇങ്ങനത്തെ പിള്ളേർ വീട്ടിലുള്ളപ്പോൾ ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു സംഭവം പറയുന്നുണ്ട്. ആളുടെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജനെ കാണുമ്പോൾ ആൾക്കാർ സല്യൂട്ട് ചെയ്യണമെന്ന്. സല്യൂട്ട് അങ്ങനെ നമ്മുടെ രാജാനായകൻ പറയുന്നു, ശരി അപ്പൂപ്പേ, നമ്മൾ സല്യൂട്ട് അടിപ്പിച്ചിരിക്കും, ഞാനത് ബാക്കി ഞാൻ ഏറ്റോളാം എന്നൊക്കെ ഡീല് വെച്ചിട്ട്. അങ്ങനെ വേറൊരു നായികയുടെ ഒരു എൻട്രിയാണ് അവിടെ വരണേ. ആ നായിക കോളേജിൽ പഠിക്കുന്നൊരു കുട്ടി. ആ കുട്ടി തപ്പിത്തരം നടന്ന് നോക്കുമ്പോൾ നമ്മുടെ നായകനും മരച്ചോട്ടിലിരിക്കണു. മരച്ചോട്ടിലിരിക്കുമ്പോഴാണ് അളിയാ ഞാൻ മനസ്സിലാക്കിയത്
ഇയാൾ കോളേജ് സ്റ്റുഡൻ്റാണ്. അതോടുകൂടി എൻ്റെ ഒരു കിളി ഈ വഴിക്ക് പോയി. राजा राजा I'm sorry I'm really sorry പക്ഷെ ഞാൻ ആ മരവിപ്പിന്ന് സിനിമ കാണൽ ഉപേക്ഷിച്ചില്ല. നമ്മളിത് കുറേ കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇത് കാണാമെന്ന് വിചാരിച്ചു. അപ്പുണ്ട് അടുത്ത കിളി പുറത്തണ സാധനം. എന്ത് ഡാൻസ് വിത്ത് കോട്ട് സൂട്ട് കോളേജ് കുമാരൻ അടിച്ചണ്ട. ഈ ഡാൻസിൻ്റെ ഇടയ്ക്ക് ആ ഡാൻസ് ഞാൻ മുഴുവൻ കണ്ടുട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു സാധനം ഉണ്ട്. അതായത് നായികനൊന്ന് തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ബാക്കിലോട്ട് നോക്കണം നായികനെ. ആ നായികനെ നോക്കണ ഒരു പോക്കി മൊമെൻ്റ് ഉണ്ട്. ഈ നമ്മുടെ നായകൻ ഈ പോക്കി മൊമെൻ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബസ്സിൽ കയറും. എനിക്കത് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഒരു ബസ്സിൽ കയറാണ്. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ നിങ്ങൾക്കറിയാം പൈസ ഒന്നും ഇല്ലാണ്ടാണ് ആൾ നാട് വിട്ട് ബോംബെയിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ചില്ലറ വിട്ട് കളിയില്ല. ചില്ലറ വിട്ട് കളിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടർ ചില്ലറ ചോദിച്ചപ്പോൾ ചില്ലറ കൊടുക്കൂല. എന്നാൽ പിന്നെ മിണ്ടാണ്ടിരുന്നാൽ മതി, ഇടി വാങ്ങാൻ നിൽക്കണ്ട. അവസാനം ഡമാർ പട്ടാർ ഇടിയിടിച്ച് കണ്ടക്ടർ ഇടിയിടിക്കുമ്പോൾ റോഡിലൊക്കെ ഒരു വീഴ്ചയുണ്ട് മോനെ. ഞെട്ടണ്ട, ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും ഹെൽമെറ്റും വെച്ച് കോട്ടും സൂട്ടും ഇട്ടിട്ട് ആള് കറക്റ്റ് സമയത്ത് നായിക വണ്ടിമേ എത്തിയിരിക്കും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, വണ്ടിമേ എത്തുമ്പോൾ നമ്മളെന്താ വെച്ചാൽ വീണ്ടും നായകനെ പിന്നീട് കാണുന്നതാണ്. ഞാനത് സൊല്ലിയാകണം, നീ അവളോ അഴക്, തേങ്ങാക്കൊല, അന്നെടുത്ത് വെച്ച മറ്റേ ടവലില്ലേ, അത് സത്യസന്ധനായ യുവാവ് തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. अपना रुमाल वहीं छोड़ाई थी. നായിക പറയുന്നു, എന്നാൽ ഞാനൊരു ഡ്രോപ്പ് ഓഫർ ചെയ്യട്ടെ, ഞാൻ ബൈക്കുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടാക്കാം. ഇത്രയും സുന്ദരനും സുമുഖനുമായ ഒരാളെ എങ്ങനെ വഴിയിലിരുത്തിയിട്ട് പോവും? രാജകുമാരി രാജയോഗവുമായി ഊട്ടി സ്റ്റേഷനിലെത്തിയെന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ ഈ രാജയോഗം അധികം പോയില്ല. വണ്ടിമേ കയറ്റി പകുതി എത്തിയപ്പോൾ ആളെ തട്ടി. എന്തായാലും വഴിയിൽ ഇറക്കി വിട്ടു. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ട്വിസ്റ്റ് കുത്തി കയറ്റണ്ടേ. അങ്ങനെ അദ്ദേഹം തിരഞ്ഞു നടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ഊരും പേരറിയാം, കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടുകാരനെ കാണാണ് എൻ്റെ അടുത്ത്. ഞാൻ അവിടുത്തെ കൊളാണ്ടറാണെന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു വാച്ചറായിട്ട് നമ്മുടെ രാജാ ചേട്ടൻ കാണാണ്. तुम 2500 की पगार पाने वाले वॉचमैन हो. मैं कौशल बाबू से बोल के तुम्हें नौकरी से निकलवा दूंगा, समझे? अरे भाई हमको निकलवा दीजिएगा. शेखर കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ കൂട്ടുകാരൻ്റെ അടുത്ത് ഒരു ജോലി ചോദിച്ചു. ഇവിടെ ബോംബെയിൽ എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, നീ എനിക്ക് വല്ല വട്ടുണ്ടോ, എനിക്ക് തന്നെ ഇവിടെ ജോലിയില്ല, നീ ഒന്ന് പോയി ഇവിടെ നിന്ന്. മറ്റേ സാധനം മറ്റേ പാണ്ടിപ്പടയിൽ ദിലീപ് ഹരിശ്രേഷൻ്റെ അടുത്ത് പറയണ അവസ്ഥയാണ്. അന്ന് കണ്ട അന്ന് ഒരു അടിക്കിട്ട് പാടിച്ച് പറന്നു പോകുമ്പോൾ ഒരാൾ സഹായിച്ചില്ലേ, ആളുടെ കടയിൽ നായകന് ജോലി കൊടുക്കും. आज ये दुकान तुम्हारी, अच्छे से चलाना, मैं जरा मार्केट होकर आता हूँ. अल्लाह हाफिज. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി, എന്തോ ഒരു പെശക് സെറ്റപ്പ് ഉണ്ടെന്ന്. ഗുണ്ടകൾ, അടുത്ത സെറ്റ് ഓഫ് ഗുണ്ടകൾ വരുന്നു. ഗുണ്ടകൾ വന്നിട്ട് എന്തോ 2-3 ഫ്രൂട്ട് ചോദിക്കുന്നു ഫ്രീ ആയിട്ട്. ഇയാൾ കൊടുക്കില്ല, നടക്കില്ല, നടപടി ആവില്ല, ഫ്രീ ആയി തരില്ല എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം, അടുത്തത് എന്താവും? ഓപ്ഷൻ എ, നായകൻ തല്ലും. ഓപ്ഷൻ ബി, നായകൻ ഓടും. ഓപ്ഷൻ സി, നായകൻ കരയും. ഓപ്ഷൻ ഡി, നായിക വിത്ത് ഹെൽമെറ്റ്. ഇതൊക്കെ കണ്ട നമ്മുടെ നായകൻ എന്താ ചെയ്യുക? എക്സ്പ്രഷൻ കിങ്. അങ്ങനെ ഗുണ്ടകൾ തോക്കൊക്കെ എടുത്തിട്ട് നായകനെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം വരും നമ്മുടെ നായകൻ. अरे उसे कोई बचाओ, देखो एक अकेली लाचार औरत पर जुल्म हो रहा है, लोग आइए ना.
अरे बचाइए ना उसको ए उसको ഭയങ്കര ടെൻഷൻ ബിൽഡപ്പ് ചെയ്ത് എന്താ പറയുക, നായകനും ഈ ഗുണ്ടകളും നിൽക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടെന്ന് ലോജിക്കില്ല എന്ന് ഞാൻ പിന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫുൾ ബിൽഡപ്പാണ്. പിന്നെ ഈ നാട്ടുകാരും സഹായിക്കാത്ത സ്ഥിതിക്ക് നായകൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ മേലെ നിന്ന് വരുന്നു, താഴെ നിന്ന് വരുന്നു, ലെഫ്റ്റ് റൈറ്റ് ബാക്ക്, പിന്നെ ഒരു പറക്കലുണ്ട്. എനിക്ക് മനസ്സിലാവാത്തതേ ഇത് മിന്നൽ മുരളിയാണെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ, പക്ഷേ രാജാമുരളിയെ കൊണ്ട് അട്ടി. പക്ഷെ തൊട്ടടുത്ത സീനിൽ എനിക്ക് ആ സംശയം മാറി കിട്ടി. എന്തിനാ വെറുതെ അവിടെ സംശയിക്കണം, പാവം രാജകുമാരൻ. ഇനി വരാൻ പോണ സീൻ നിങ്ങൾ തിയേറ്ററിൽ കൈയടി വീണ്ടും മൊട്ട ഓംപ്ലേറ്റ് ആക്കണ സീനാ. സാഹസികമായ സ്റ്റണ്ട് സീനിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നായകൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് വേണമെന്ന് വെച്ചിട്ടൊന്നുമില്ല, അറിയാണ്ട് തോക്കുന്നു, വെടി പൊട്ടുന്നു, ഒരു വില്ലൻ മരിക്കുന്നു, അങ്ങേര് ചത്തുപോയി. ഇങ്ങേര് നീറ്റിട്ട് മറ്റൊരു സെൻറ്റി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് ഈ തോക്ക് ആരുടെ അച്ഛൻ പറയണം, തോക്കുകളെന്ന് പിന്നെ വിളിക്കരുത്. അപ്പോൾ ഈ ഒരു വിഷമഘട്ടത്തിൽ നമ്മുടെ നായിക എന്ത് പറയും, നീ ഒന്നും ചെയ്തിട്ടില്ല, നീ ആ സമയത്ത് ചെയ്തതാണ് മറ്റേ കൂളാക്കും. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു കൊലപാതകം നടന്നു, ഓക്കെ, ഒരാളെ വെടിവെച്ച് കൊന്നു. അത് കഴിഞ്ഞിട്ട് നായിക വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ നായകൻ്റെ മനസ്സിലെന്താവും, സീനായി, വേണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടാവുക. നമ്മുടെ നായിക അങ്ങനൊന്നുമല്ല, വെറൈറ്റിയാ. हुस्न का जादू चल गया, हे हुस्न का जादू चल गया, हुस्न का जादू चल गया, सीने से निकल कर दिल गया, चाहत का नशा है छा गया, होना है मुझे तुझ में फना, तू जान से प्यारा हो गया, जीने का सहारा हो गया, तू കാണാൻ പോകുന്നത് നമ്മുടെ രാജേട്ടൻ്റെ 2.0 ആണ്. ചിട്ടി റോബോന് ഒരു വ്യത്യാസം വന്നിരുന്നു, അതേപോലത്തെ ഒരു വ്യത്യാസം ഞാനും പ്രതീക്ഷിച്ചു. ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നതൊരു തലവനെയാണ് ഗുണ്ടകളുടെ. അപ്പോൾ അവരുടെ ഗുണ്ടകളെല്ലാം കൂടിയിട്ട് നമ്മുടെ രാജേട്ടൻ്റെ ഇപ്പോഴത്തെ മറ്റേ വണ്ടിക്കാരി പ്രണയിനിയും കൂടി കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ലോക്കിട്ടു. എന്നിട്ട് അവിടുത്തെ ഏതോ മുഖ്യമന്ത്രിനെ തട്ടിക്കളയണം, ഏത് രാജേട്ടനെ കൊണ്ട്. രാജേട്ടൻ പഞ്ചപ്പാവല്ലേ, ആളെ കൊണ്ട് നടക്കില്ല എന്ന് നമുക്കറിയില്ല. फिर तुम्हें राजन की असलियत का भी पता चल जाएगा. जाओ. കാര്യമൊക്കെ ശരി, അവർ പറഞ്ഞു ചിലപ്പോൾ നിന്നെ ട്രാപ്പിലാക്കാനാവും, നീ ഒന്ന് ആലോചിച്ചിട്ട് മതി നിൻ്റെ കാര്യം. അപ്പോൾ ആൾ ഉപദേശിച്ചപ്പോൾ ഇങ്ങേർക്ക് കുറച്ച് കത്തി, എന്നാൽ ട്രൈ ചെയ്യാം, അവരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലോബ് തിരിച്ചു വിട്ടത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ 2.0 വേർഷനാണ്. ഇനി വരാൻ പോകുന്ന സീൻ കണ്ട് നിങ്ങൾ പേടിക്കരുത്. 3 പേരുടെ കയ്യിൽ മറ്റേ തോക്കുണ്ട്, പക്ഷേ നമ്മുടെ നായകൻ്റെ കയ്യിൽ ഒറ്റ തോക്കേ ഉള്ളൂ. ബുള്ളറ്റ് ഇഷ്ടം പോലുള്ള കാര്യം വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. കഥയിൽ ചോദ്യമില്ലല്ലോ. ഇനിയാണ് ഈ കഥയിലത്തെ അടുത്ത ട്വിസ്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയും ട്വിസ്റ്റോ? ഞാൻ മുന്നേ പറഞ്ഞല്ലേ, ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഇയാളിപ്പോൾ എസ്കേപ്പായി, രാജേട്ടൻ എസ്കേപ്പായ സ്ഥിതിക്ക് മറ്റേ ഏൽപ്പിച്ചിരുന്ന ആൾക്കാർ എന്ത് ചെയ്തു, ഇവനെ കൊല്ലാൻ, രാജേട്ടനെ കൊല്ലാൻ വേറൊരാളെ ഏൽപ്പിച്ചു. ആ വലിയൊരു ഡോൺ സെറ്റപ്പുള്ള ഒരാളാണ്, ഇതുവരെ എടുത്ത എന്തോ ഷാർപ്പ് ഷൂട്ടറോ അങ്ങനത്തെ സെറ്റപ്പാണ്, മുസാഫിർ. അതിൻ്റെ ഒക്കെ ഏകദേശം ഒരു ലൈറ്റ് മിനി വേർഷൻ. भाई आप ही कृपा से ये शेखर कालिया बना है। इस कालिया के राशन कार्ड में कितने खून दर्ज हो चुके हैं ये खुद मुझे भी नहीं मालूम। आदमी का नाम पता बता दीजिए, कल शाम होने से पहले वो भी रन आउट हो जाएगा. കണ്ടട ഉണ്ണി, നമ്മുടെ ശേഖരൻകുട്ടിയാ. അടിയിൽ ഓക്കെ വെച്ചു ശേഖരൻകുട്ടി. എന്നിട്ട് രാജേട്ടനെ കാത്ത് റോഡ് സൈഡിൽ നിൽക്കുക. अरे क्या हुआ, गाड़ी क्यों रोक दी? सर, सामने राजन का शूटर कालिया खड़ा है, कहो तो गाड़ी दूसरे रास्ते से निकाल लूं. അപ്പം നമ്മുടെ രാജേട്ടൻ മറ്റേ വണ്ടി കൂടെ ഒക്കെ നോക്കിയിട്ട് ഇവ എൻ്റെ ചെങ്ങായി അടുവെന്ന് പറഞ്ഞിട്ട് ഡോറൊക്കെ തുറന്നു ഓടി പോകുമ്പോൾ
ഷാർപ്പ് ഷൂട്ടർ കാലി എന്ത് ചെയ്യും, മറ്റേ തോക്കെടുത്ത് കാണിക്കുമ്പോൾ ആശാൻ ചാവാൻ പോവാണ്. അപ്പോൾ ചോദിക്കുകയാണ് സെക്യൂരിറ്റി പണിയൊക്കെ നിർത്തിയിട്ട് അണ്ടർ വേൾഡിലായോന്ന്. अरे शेखर तुम यहाँ? अरे शेखर मेरे यार ये क्या है? अरे वॉचमैन की नौकरी छोड़कर अंडरवर्ल्ड ज्वाइन कर लिया है क्या? ശരിക്കും ഈ ഒരു ഇനി നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് അറിയാലോ, ഒരു വെടി കൊള്ളുമ്പോൾ ബുള്ളറ്റ് തുളഞ്ഞ് കയറുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക, ശരിക്കും ഇതിൽ നമ്മളൊരു സ്റ്റേറ്റ് അവാർഡോ എന്തെങ്കിലും അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു ഈ ഒരു സീൻ എസ്പെഷ്യലി. मगर क्यों? मैंने तेरा क्या बिगाड़ा था? മൂന്നാല് ബുള്ളറ്റ് കയറി ആള് നിലത്ത് വീണ് കിടക്കുന്ന നായകൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന നായകൻ പടാവില്ല, നായകൻ ചത്തിട്ടില്ല കേട്ടോ. നായകൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റുണ്ട്. അതിപ്പോൾ നമുക്കറിയാം, ക്ലീഷേ സാധനമാണെന്ന് അറിയാം. അതുകൊണ്ട് എനിക്കത് വലിയ, പ്രത്യേകിച്ച് രാജേട്ടൻ മരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, ഞാൻ വിടില്ല ചാവ. അങ്ങനെ ചാവണ്ട അയാള്. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും രാജേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് മറ്റേ മുഖ്യമന്ത്രി കാലിയനെ വീണ്ടും ഏർപ്പാടാക്കും, ഇപ്രാവശ്യം മിസ്സാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കാലിയും നമ്മുടെ രാജേട്ടനും കൂടിയിട്ട് കാണുമ്പം മോനെ കരഞ്ഞും മെഴുകി നമ്മുടെ കാലിയ. मुझे माफ कर देना यार, अमीर बनने की भूख ने मेरी आंखों पर ऐसा पर्दा डाला कि मैं ये भी भूल गया था. ക്ഷമയും മാപ്പൊക്കെ പറഞ്ഞ് കാലിയും രാജേട്ടനും കൂടിയിട്ട് ഒന്നാവണം. മറ്റേ ഗുണ്ടകൾ വരുന്നു, ആ ഗുണ്ടകളെ ധമാർ പട്ടാറടി ഇടിക്കുന്നു. രാജേട്ടൻ മന്ത്രിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ പോവാണ്. ഇനി ഞങ്ങൾ കളിയും, ഇനി ഞാൻ പറയും, നീയൊക്കെ ചെയ്യും. മറ്റേ സാധനം ഒറ്റക്കൊമ്പൻ കാട് കയറി എന്ന് പറഞ്ഞു തരുന്ന സെറ്റപ്പാണ്. അവിടെ കാലിയ, അതായത് ശേഖരൻകുട്ടി പിന്നിൽ നിന്ന് എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവരും അറിയട്ടെ, എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. देख इंस्पेक्टर, तेरी मेरी कोई दुश्मनी नहीं है, सोनिया को छोड़ दे. इंस्पेक्टर, मेरा नाम राजकुमार सिंह यादव है और यादव सिर्फ राजा होता है, भिखारी कभी नहीं बनता. मैं तुझे आखिरी बार कहता हूँ, सोनिया को छोड़ दे. അങ്ങനെ ഇവരുടെ ഇൻസ്പെക്ടർ ഉണ്ട്, ഇവരുടെ കേസ് അന്വേഷിക്കാൻ നടക്കുന്ന ഇൻസ്പെക്ടറെ തീർക്കാൻ. എന്നാൽ പിന്നെ അയാളെ കൊല്ലാന്ന് വെച്ചിട്ട് ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ അടുത്ത ട്വിസ്റ്റ് വെച്ചിട്ട് നമ്മുടെ മറ്റേ കോളേജിലത്തെ നായികനെ കണ്ടു. रोहित 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 नेहा, राजा तुम यहाँ? അടുത്ത ലക്ഷ്യം നിങ്ങൾക്ക് അറിയാലോ, മറ്റേ മെയിൻ മന്ത്രീനെ മറ്റേ ഗ്ലോബ് തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന മനുഷ്യല്ലേ അവിടുത്തെ ആളെ തീർക്കണം. എന്തോ ഒരു സമ്മേളനം എന്തോ നടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് മേത്തൊരു മറ്റേ ബെൽറ്റ് ബോംബ് സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം അതൊരു ടൈപ്പ് സാധനമാണ്. ഇതുവരെ മന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. श्रीवास्तव, ये बम नहीं, खिलौना है. അപ്പം അത് കളിപ്പാട്ടാന്ന് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? श्रीवास्तव, ये बम नहीं, खिलौना है. അങ്ങനെ നമ്മൾ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആളൊന്ന് കൊല്ലണം. പക്ഷെ അതിന് മുമ്പ് എല്ലാവരും രാജേട്ടനെ പിടിച്ച് നിർത്തുന്ന ഒരു സീനുണ്ട്. അങ്ങനെ മന്ത്രിനെ കൊന്ന രാജേട്ടൻ നേരിട്ട് ചെന്നിട്ട് കീഴടങ്ങാണ്. പോലീസിൻ്റെ അടുത്ത് പറയാണ്, എന്നെ വിലങ്ങണിയിക്കൂ, ഞാൻ അയാളെ കൊന്നിരിക്കുന്നു. खत्म हुआ, मुझे अरेस्ट कर लीजिए. കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് ഡയലോഗ്. ഈ ഡയലോഗ് ഏതെങ്കിലും ബുക്കിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ, അതായത് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹിന്ദിയിൽ നല്ല മാർക്കും, +2 കഴിഞ്ഞവർക്ക് ഹിന്ദിയിൽ ഡിസ്റ്റിങ്ഷൻ, അതായത് ഒരു 80% മേലെ നിങ്ങൾക്ക് ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഇട്ട് തരാനും സാധ്യതയുണ്ട്. പ്ലീസ് നോട്ട് ദാറ്റ്. मुझे सजा मिलनी चाहिए ताकि फिर कोई पढ़ा लिखा बेरोजगार हथियारों का सहारा ना ले, फिर कोई दूसरा राजा पैदा नहीं हो. रोहित साहब, मुझे अरेस्ट कीजिए, मुझे फांसी की सजा दिलवाइए.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടെങ്കിൽ ഈ സിനിമ എന്തായാലും കാണുക, സമയമുണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ വിട്ടേക്ക്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനത്തെ ഒരു സിനിമ കാണാൻ പറ്റി. അതും നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഹിന്ദി പടം കൊണ്ടുവരണത്. അതിൽ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും എനിക്ക് സപ്പോർട്ട് വേണം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, സോ ടിൽ ദെൻ